തന്റെ മഹത്വത്തിലേക്കും ഒന്നേറ്റ് പറഞ്ഞ തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവന്റെ ദൈവിക ശക്തി നോട്ട് ദ പോയിന്റ് എന്താണ് അവന്റെ ദൈവിക ശക്തി. അപ്പൊ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകുന്നത് എന്താണ്? അവന്റെ ദൈവികമായ ശക്തിയാണ്. ഇസഹാക്കിനെ സാറയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചത് എന്താണ്? ദൈവികമായ ശക്തിയാണ്. ഈ ശക്തി നമുക്ക് ലഭിക്കുന്ന മുമ്പ് എബ്രഹാത്തിനോട് ദൈവം എന്താ പറഞ്ഞത്? 17:1 എന്താ പറഞ്ഞത്? 17:2 നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കണം. പിന്നെന്താണ്? കുറ്റമറ്റവനായിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ശക്തിക്ക് മുമ്പ് എന്ത് വേണം? വിശുദ്ധി വേണം. യു ഗോട്ട് എ പോയിന്റ്. പിടികിട്ടിയോ? നിങ്ങളുടെ LTS പാസ്സാകാനായാലും ശരി, നിങ്ങളുടെ വസ്തു വിളിപ്പനായാലും ശരി, നിങ്ങളുടെ ജോലിയുടെ പ്രൊമോഷനായാലും ശരി, ഒരു ദൈവിക ശക്തി 2 പത്രോസ് 1:3 അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ശക്തിക്ക് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധിയുള്ളവരായിരിക്കണം. തൻ്റെ മുമ്പാകെ വ്യാപരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? കുറ്റമറ്റവനായിരിക്കണം. അച്ഛൻ്റെ ഇപ്പം ലാസ്റ്റ് സാക്ഷ്യങ്ങൾ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നൊരു സത്യമുണ്ട്. എന്താ കാര്യം? നമ്മുടെ കയ്യിലൊന്നും വേണ്ടെന്ന് പറയാൻ മതി. ഞങ്ങൾക്ക് അതില്ല ഇതില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടേ നിങ്ങൾ ആവശ്യമില്ലാതെ ഉത്കണ്ഠപ്പെടരുത്. ദൈവം ഉണ്ടായാൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഷീജ എന്നും പറഞ്ഞ നേഴ്സ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. തൊട്ടപ്പം തന്നെ 69,000 പേര് അത് കണ്ട് ആ സാക്ഷ്യം വീണപ്പോൾ തന്നെ അവിടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഞാൻ ഇന്ന് വെളുപ്പിനിരുന്ന് രണ്ടാമത് വീണ്ടും ഷീജയുടെ സാക്ഷ്യം കേട്ട് അതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയോസ് എന്ന് പറഞ്ഞ് അതായത് സ്പോൺസറിൻ്റെ സർട്ടിഫിക്കറ്റ് അവരുടെ മകളാണ്. മകൾക്ക് ഉണ്ടായ ദൈവാനുഭവത്തെക്കുറിച്ചാണ് അവർ സാക്ഷ്യം പറയേണ്ടത്. അതിനകത്ത് അവർ ഇൻവോൾവ് ആണ്. ആ കുടുംബം മൊത്തം ഇൻവോൾവാണ്. എന്താ അനുഭവം എന്ന് പറയണത്? ഇവരൊരു ജനറൽ നേഴ്സാണ്. ആര്? മകളൊരു ജനറൽ നേഴ്സാണ്. BSc നേഴ്സിങ്ങിന് വിടാനുള്ള കാശ് കുടുംബത്തിലില്ല. ഒരു കടയുണ്ട്, പിന്നെ ഇവർക്ക് ചെറിയ ജോലിയുണ്ട്. പക്ഷേ ആ ജോലി എന്ന് പറയുന്നത് പെട്ടെന്ന് ആ ജോലി പോയി. അവർ നേഴ്സായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഇവർക്കത് റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ പിന്നെ വരുമാനമില്ല. ഇപ്പോൾ ഈ മകൾക്ക് GNM പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇവരുടെ ഉള്ള ജോലി കൂടി പോയി. ഇതാണ് ജീവിതം എന്ന് പറയണത്. മനസ്സിലായില്ലേ? നമുക്ക് ജീവിതത്തിൽ നിന്നാണ് ദൈവത്തിനെ നമ്മൾ ജീവിതത്തിനോട് ചേർത്ത് വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അനുഭവിക്കുന്നതെല്ലാം. അപ്പോൾ ഇവരുടെ ചിന്തയിലുണ്ടായിരുന്നൊരു വിഷയം, മകളെ ഇപ്പോൾ പോസ്റ്റ് BScക്ക് വിടുക. പൈസ ഇല്ലാത്തത് കൊണ്ട് BSc നേഴ്സിന് വിടാൻ പക്ഷേ കാശില്ല. അതുകൊണ്ട് പോസ്റ്റ് BScക്ക് വിടുക. GNM കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ GNMകാർ ചെയ്യണത് പലരും. അപ്പോൾ ആ ഒരു ഐഡിയയിൽ ഇവരിയ്ക്കുകയായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മകൾ പറയും, ആദ്യം അമ്മ പറയണ കാര്യങ്ങൾ അവൾ അംഗീകരിച്ച്. കാരണം അമ്മയുടെ ജോലി പോയില്ല. ജോലി പോയത് കാരണം ഇനിയിപ്പോൾ പൈസയൊക്കെ കുറച്ച് ഉള്ള ഒരു പോസ്റ്റ് BScക്ക് പോകാമെന്ന് മകൾ പറഞ്ഞ് അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിലും കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്ന് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ ഐഡിയ മാറി. അപ്പോൾ ഞാനപ്പോൾ നോക്കി എവിടെയാണ് ഈ ഐഡിയ മാറണമെന്ന്. എവിടെയാണ്? അപ്പനും അമ്മയും മക്കളും കൂടി, ഒരു അപ്പനും ഒരാണൊരു പെണ്ണുമുണ്ട്. ഈ 4 പേരും കൂടി കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്ന് മുട്ടുകുത്തിയപ്പോൾ ഈ മകൾ പറയും, അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ LTSന് പോട്ടേന്ന് ചോദിക്കും. ശരിക്കും അതിന് എന്താ സംഭവിക്കണത്? അത് കേൾക്കുമ്പോൾ ഇവിടെ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്, വലിയ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആളല്ല. അപ്പോൾ IELTSന് പോയാൽ പക്ക തോറ്റു പോകും. കാര്യം ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് പോലും 3 പ്രാവശ്യമൊക്കെ എഴുതിയിട്ടാണ് ഇത് സാധനം പലപ്പോഴും കിട്ടുന്നത്. അപ്പോൾ അമ്മ ഇവളുടെ മുഖത്ത് നോക്കി നോക്കും, പക്ഷേ നിനക്കത് കവർ ചെയ്യാൻ പറ്റുമോ? തന്നെയല്ലേ അല്ല അമ്മ പറയും, ഇവളെ IELTSന് വിടാനുള്ള കാശ് എൻ്റെ ഇല്ല, കാരണം ഇതിൻ്റെ ജോലി പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ പരുങ്ങലാണ്. പക്ഷേ ഇത് എപ്പോഴാണ് ഈ ഐഡിയ വരണത്? കുടുംബ പ്രാർത്ഥനയ്ക്ക്. അത് കണ്ട അച്ഛൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ പ്രെയർ ടൈം വളരെ ശ്രദ്ധിക്കണം. പ്രെയർ ടൈം അതായത് ഇപ്പോൾ ഉടമ്പടി എടുത്ത സമയമായാലും ശരി, ഉടമ്പടി എടുക്കാത്ത പോലെ നടക്കുന്ന ആൾക്കാരില്ലേ, അവരാണ് ഗതികെട്ട പ്രേതമായിട്ട് നടക്കുന്നത്. ഉടമ്പടി എടുത്തവർ പക്ഷേ എന്നിട്ട് അവരുടെ വർത്തമാനം ചെയ്യലുമെല്ലാം ഉടമ്പടി എടുക്കാത്തവരെ പോലെയാണ്. ഇവരാണ് ഇതിൻ്റെ അകത്ത് പണി മേടിക്കണത്. കാര്യം ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്താ സംഭവം?
നിങ്ങൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷനിലാകും. എന്താണ്? ഇതൊരു ഉഭയകക്ഷിയായിട്ടുള്ള ഒരു പാരിറ്റി റിലേഷനാണിത്. എന്നുവെച്ചാൽ ദൈവം ഒരു കക്ഷി, പിന്നെ ആരാണ്? നിങ്ങൾ ഒരു കക്ഷി. മാധ്യസ്ഥ ആരാണ്? അമ്മ. അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് മീഡിയേഷനാണ്, ഇടയ്ക്കൊന്നുമില്ല. അൾട്ടിമേറ്റ് മീഡിയേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ പോലെയുള്ള പരിപാടിയാണ്. അമ്മ ഒരു തീരുമാനം എടുത്താൽ പിന്നീട് അതിൻ്റെ അകത്ത് ദൈവം പോലും വെള്ളം ചേർക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അത് കാനായിൽ നമ്മൾ കണ്ടതാണ്. കാനായിലെ കല്യാണം 10,000 കൊല്ലം ഇവിടെ മനുഷ്യരാശി പഠിച്ചാലും പഠിച്ചു തീരത്തില്ല, അത്രയും സംഭവമാണത്. എന്താ കാര്യം? ഇവർക്ക് യേശുക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ദൈവപിതാവ് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മരിയൻ മീഡിയേഷൻ ഇത്രയും അപ്രതിരോധ്യമാകാൻ കാരണം? ഇവിടെ കപ്പാസിറ്റി തന്നെയാണ്. ധ്യാനകേന്ദ്രങ്ങളൊന്നും മാതാവിനെക്കുറിച്ച് പറയണില്ലല്ലോ. എല്ലാവരും ക്രിസ്തു ഈശോനെക്കുറിച്ചല്ലേ പറയത്തുള്ളൂ. മാതാവിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താ പാപമാണെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവരാണ് വരിക. ഞാൻ മാതാവിനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. എന്താ കാര്യം എന്നറിയാവോ? എനിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപാട് ഈ ലോകത്തിൻ്റെ രക്ഷ പ്രദാനം ചെയ്തതിൻ്റെ പിന്നിൽ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണെന്നുള്ളതാണ്. പിതാവാണ് ഇവരെ തിരഞ്ഞെടുത്തത്. ആദ്യം ഒരു ഉടമ്പടി നടന്നായിരുന്നല്ലോ. ആദ്യത്തെ ഉടമ്പടി ആദമായിട്ടും ഹവ്വായായിട്ടും അവരാ ഉടമ്പടി ഉഴപ്പി. അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ നിത്യമായിട്ട് ജീവിക്കും, പക്ഷേ തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ പഴം കഴിക്കരുത്. ഉടമ്പടിയാണത്. അതാണ് കവനൻ്റ് ഓഫ് ഈഡൻ, ഏതെല്ലാം ഉടമ്പടി. പക്ഷെ പാവപ്പെട്ടവർ ലംഘിച്ചു. ഇതിന് ബദലായിട്ട് ദൈവം കൊണ്ടുവന്ന ആളാരാണ്? മറിയമാണ്. മറിയവുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ മറിയത്തിനെ ഷാഡോ ആയിട്ട് നിർത്തിക്കൊണ്ടാണ്, അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഏഡനിലെ ഉടമ്പടി നടക്കുന്നത്. ഇതാണ് ഉടമ്പടി, ഏഡനിലെ ഉടമ്പടി. മറ്റത് ആദ്യത്തിൻ്റെ ഉടമ്പടിയാണ്. ആദ്യവും ആയിട്ടുള്ള ഉടമ്പടി കഴിഞ്ഞിട്ടാണ് കവനൻ്റ് ഓഫ് എയ്ഡൻ വരുന്നത്. കവനൻ്റ് ഓഫ് എയ്ഡൻ സംഭവിക്കുന്നത്, ഏതെല്ലാം ഉടമ്പടി സംഭവിക്കുന്നത് 3:15 ഒന്ന് വായിച്ച്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ക്രിസ്തുവിനെയും മറിയത്തെയും പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് കവനൻ്റ് ഓഫ് ഈഡൻ വർക്കൗട്ട് ചെയ്യണത്. ഇവിടെ എന്താ ബൈബിളിൻ്റെ അടിസ്ഥാനം എന്ന് പറയണത്? ക്രിസ്തുവിനെയും മറിയത്തെയും, ക്രിസ്തുവിനെ മാത്രമല്ല മറിയത്തെ കൂടി പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ദൈവം പാപത്തിന് പരിഹാരം നിശ്ചയിക്കുന്നത്. അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ടല്ല സെക്കൻഡ് ഉടമ്പടി വരണത്. ക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അമ്മയെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ടാണ്, ബേസ് ചെയ്തിട്ടാണ് ഉടമ്പടി വരണത്. ഇനി വരുമ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ലോകത്തിന് യേശുവിനെ കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ ഉപകരണമാണ് മറിയം. ഒന്ന് പറഞ്ഞ്, ലോകത്തിന് യേശുവിനെ നൽകാനുള്ള ദൈവത്തിന്റെ മാനുഷിക ഉപകരണമാണ് മറിയം. അതുകൊണ്ട് തന്നെയാണ് അമ്മ മാതാവിലൂടെയാണ് വചനം മാംസമാകണത്, ഇല്ലേ? അതിനമ്മ ചെയ്തത് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലെ നിറവേറട്ടെ എന്നുള്ള മറ്റൊരു ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അത് ഉടമ്പടിയാണ്. അതാണ് മരിയൻ ഉടമ്പടിയുടെ ബേസ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ബൈബിളിൽ എന്തെങ്കിലും ദൈവത്തിനെ മുൻനിർത്തി ഉണ്ടെങ്കിൽ എല്ലാം കവനൻ്റ് ആവും. ബൈലാറ്ററലാണ്. ഇപ്പോൾ ഉടമ്പടിക്ക് എപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? 2 കക്ഷികൾ വേണം. ഒന്ന് ദൈവവും ഒന്ന് മനുഷ്യനും. പിന്നെന്ത് വേണം ഉടമ്പടിക്ക്? ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നിബന്ധന ഉണ്ടാവും. പിന്നെ എന്താണ്? നിയോഗം ഉണ്ടാവും. അവൻ തന്നെ ജനങ്ങളെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അതാണ് അവൻ തൻ്റെ ജനങ്ങളുടെ, ഒന്ന് പറഞ്ഞേ, അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. മംഗളവാർത്തയിലെ മെയിൻ നിയോഗം അതാണ്. എന്താണ്? യേശുവിലൂടെ ലോകത്തിൻ്റെ പാപങ്ങളെ മോചിക്കുക എന്നുള്ളതാണ്. അതാണ് നിയോഗം. മനുഷ്യാവതാരത്തിൻ്റെ നിയോഗം, അൾട്ടിമേറ്റ് നിയോഗം അതാണ്. പാപത്തെ മാറ്റി തരത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വിശുദ്ധീകരിക്കാതെ, ഞാൻ വിശുദ്ധീകരിക്കാതെ വേറെ ഇരുട്ട് കൊണ്ട് വിട്ടടക്കാനോ കണ്ണടച്ചിട്ടാക്കാനോ ഒന്നും പറ്റത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ
പദ്ധതി പ്രകാരം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം സുവിശേഷ വിഹിതമായ വിശുദ്ധീകരണത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ നിയോഗങ്ങളുടെ സാക്ഷീകരണത്തിനായി ഞങ്ങളെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഞങ്ങളിൽ നിറയണമേ ആത്മാവേ, ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ലൂക്കാസ് വിശേഷം 1:31 ഏറ്റു പറഞ്ഞ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ യേശുവിന് നീ അവന് യേശുവെന്ന് പേരിടണം. അപ്പൊ നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുന്ന വചനത്തിലെ മാതാവിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? മാതാവിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? അവിടെ വിശ്വാസമാണ്. ദൈവം പറഞ്ഞ വചനത്തിൽ അവർ വിശ്വസിക്കുന്ന കൊണ്ടാണ് പിന്നീട് പരിശുദ്ധാത്മാവ് അമ്മയെക്കുറിച്ച് എന്താ പറയണത്? മേരി, കർത്താവ് ഏത് പറഞ്ഞ മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പൊ ലൂക്ക 1:31 ആക്ടിവേറ്റ് ചെയ്യണത് ലൂക്ക 1:45 അനുസരിച്ചാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഈ വാഗ്ദാനം മേരി പ്രാപിക്കുന്നത് എങ്ങനെയാണ്? അതിൽ വിശ്വസിച്ചുകൊണ്ടാണ്. അതാണ് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറയണത്. ലൂക്ക 1:45 എന്താ പറയണത്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പൊ നമ്മൾ യേശുവിനെ തന്നത് ആരാണ്? മറിയത്തിന്റെ വിശ്വാസമാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. ആവേ 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 മരിയ, കൈവീശിക്കൊണ്ട് ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം മറിയത്തോട് ചെയ്ത വാഗ്ദാനമില്ലേ? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ തന്നെ ജനങ്ങളെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്ന് പറഞ്ഞ വാഗ്ദാനമില്ലേ? ഈ വാഗ്ദാനം മറിയം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ലൂക്ക 1:45 വെച്ചുകൊണ്ടാണ്. എന്താ ലൂക്ക 1:45 കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം അല്ലേ? നിറവേറുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച നീ ഭാഗ്യവതി. മറിയത്തിന്റെ വിശ്വാസം എന്തിനുള്ള വിശ്വാസമാണ്? കർത്താവിൻ്റെ വചനത്തിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് മറിയം ഉടമ്പടി ചെയ്യുന്നുണ്ട് ദൈവത്തോട്. ഇതാണ് മറിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന സംഭവം ഇതാണ്. എന്താണത്? ഇതാ കർത്താവിൻ്റെ ദാസി. 1:32 ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇതാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. എന്താണ്? ദൈവം വാഗ്ദാനം തരും. ലൂക്ക 1:31 മറിയം അതിൽ വിശ്വസിക്കും. ലൂക്ക 1:45 എന്നിട്ട് മറിയം അതിനെ ഉടമ്പടിയുടെ ഭാഗമാക്കി മാറ്റും. എന്താണ്?
ഇതാ കർത്താവിൻ്റെ ദാസി. ഉടമ്പടി എടുക്കുന്നവർ ദൈവത്തിൻ്റെ ദാസികളാകണം, ദാസനാകണം. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിക്കുന്നതിലൂടെ അവിടുത്തെ ദാസിയുമാകാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. മറിയത്തിൻ്റെ വിശ്വാസത്തിൽ ലുക്ക 1:38 അനുസരിച്ചുകൊണ്ട് അതാണ് മരിയൻ ഉടമ്പടിയുടെ ബേസ്മെന്റ്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. പറഞ്ഞേ, അങ്ങയുടെ വചനം പോലെ എന്നിലെ നിറവേറട്ടെ. അപ്പൊ ദൈവത്തിൻ്റെ വചനം നിറവേറ്റാൻ സ്വയം ദാസിയായി മാറിയ സമർപ്പണമാണ് ഉടമ്പടിയുടെ ജീവൻ എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ഒരു സമർപ്പണമാണ്. ഈ സമർപ്പണം എന്ന് പറയുമ്പോൾ ആദ്യം എന്താ പോകേണ്ടത്? നമ്മുടെ അഹങ്കാരം പോകണം ആദ്യം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജിബിൻ, ഇതെൻ്റെ വൈഫ്, ഇതെൻ്റെ കുഞ്ഞ്. ഞങ്ങൾ അടൂരിൽ നിന്ന് വരുന്നു. അത്യുന്നതനായ ദൈവം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2021 ഓഗസ്റ്റ് 28 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുള്ള കാരണം രോഗങ്ങളും ദുഃഖങ്ങളും കൊണ്ടാണ്. ഞാൻ യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെ പറ്റി അറിഞ്ഞത്. എനിക്ക് എൻ്റെ തൊണ്ടയ്ക്ക് പെട്ടെന്ന് ഒരു മുഴയുണ്ടായി. ഞാൻ ഡോക്ടറെ ഒന്നും കാണിക്കാൻ നിന്നില്ല. അത് ഓരോ ദിവസവും കഴിയുന്തോറും അത് വളർന്നുകൊണ്ടിരുന്നു. പിന്നെ അത് 1 ആയി 2 ആയി. അങ്ങനെ ഇരുന്നപ്പോൾ ഉടമ്പടി എടുത്ത് ഞാൻ അമ്മയോട് മാധ്യസ്ഥത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഓൺലൈൻ ഉടമ്പടി എടുത്ത് 15ാമത്തെ ദിവസം ഞാൻ രാത്രിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു തണുപ്പ് എൻ്റെ രൂപത്തിലോ എൻ്റെ ദേഹത്ത് വന്ന് ഇതായിട്ട് ആ 2 മുഴയും ദൈവം അപ്രത്യക്ഷമാക്കി മാറ്റിക്കളഞ്ഞു. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞാണ്. എൻ്റെ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞപ്പോഴും കുഞ്ഞ് നടക്കത്തില്ല, മുട്ടയെ പോലും ഇഴയത്തില്ലായിരുന്നു. ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വീട്ടിൽ വീഡിയോ കോൾ വിളിക്കുമ്പോൾ എനിക്ക് ഈ അവസ്ഥ കാണുമ്പോൾ ഭയങ്കരമായ സങ്കടമാണ്. പക്ഷേ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ഈ ദുഃഖത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. അത്യുന്നതനായ ദൈവത്തിൻ്റെ അടുത്ത് എൻ്റെ സങ്കടം പറഞ്ഞു. അമ്മയുടെ മാധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചു. ഒരു ദിവസം ആൻറ്റീനെ ഞാൻ വിളിച്ചു. ആൻറ്റീനോട് പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ഉണ്ണിയേശോയെ കരം പിടിച്ച് നടത്തിയതുപോലെ അമ്മേ എൻ്റെ കുഞ്ഞിനെ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാനൊരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുവാനിടയായി. ഞാനൊരു പള്ളിയിൽ നിൽക്കുന്നതായിട്ടും അപ്പം ഒരു അച്ഛൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഫ്രണ്ടിലോട്ട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു കുഞ്ഞിങ്ങനെ വരുമായിരുന്നു. കുഞ്ഞ് വന്നിട്ട് അച്ഛൻ പറഞ്ഞു കുഞ്ഞിനെ ഇങ്ങോട്ട് കടത്തിവിടാൻ പറഞ്ഞു. അപ്പം ഞാനും അൾത്താരയുടെ വെടിയിലാണ് നിൽക്കുന്നത്. അപ്പം ആ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് രൂപത്തിൽ ഇങ്ങനെ കൈ ഉള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിനോട് പറഞ്ഞ് അൾത്താരയിലോട്ട് കൈ നീട്ടിപ്പിടിക്കുവാൻ. ആ കുഞ്ഞങ്ങനെ കൈ നീട്ടിപ്പിടിച്ചപ്പോൾ അൾത്താരയിൽ നിന്നും 5 വിരൽ 5 കൈപ്പത്തി വന്ന് ആ കുഞ്ഞിൻ്റെ പോലത്തെ കയ്യിൽ കയറി പിടിച്ചതും ആ കുഞ്ഞിൻ്റെ കൈ നേരെ നിവർന്നതായിട്ടും കണ്ടു. അപ്പം എല്ലാ സെക്കൻഡുകൾക്കുള്ളിലാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ അതേ രൂപത്തിൽ പെട്ടെന്ന് നടന്നിങ്ങോട്ട് വരുന്നതും, അപ്പോൾ ഈ കൈ വളഞ്ഞ കുഞ്ഞ് പെട്ടെന്ന് അൾത്താരയിലോട്ട് കടന്നു പോകുന്നതും, അതിന് തൊട്ട് പുറയിലായിട്ട് ഒരു വീൽ ചെയറിൽ വേറൊരാൾ പെട്ടെന്ന് വരുന്നു. അദ്ദേഹവും അൾത്താരയിലോട്ട് കടന്നു പോകുന്നു. പരിശുദ്ധ അമ്മ അപ്പോൾ അവിടെ നിന്ന് എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് പറഞ്ഞു, നീ എന്താ അപേക്ഷിച്ചത്? ഉണ്ണിയേശോയെ കരം പിടിച്ച് നടത്തിയതുപോലെ എൻ്റെ കുഞ്ഞിനെ നടത്തണമെന്ന്. അമ്മ അതെനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തന്നു. 3ാമത്തെ എൻ്റെ അത്ഭുതം, എൻ്റെ കാണിൽ ആണിരോഗം ഉണ്ടായിരുന്നു. ആദ്യം 1 ആണി വന്നതാണ്, പിന്നെ അത് 25 ആണിയോളമായി. ഞാനപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഫസ്റ്റിൽ പോയി ഞാൻ UAE വർക്ക് ചെയ്യുകയാണ്. അവിടെ ഇപ്പോൾ ഇൻഷുറൻസിന് ഇല്ലാതെ മെഡിക്കൽ ഇതിൽ ഭയങ്കര കാശാണ്. അപ്പം അവർ പറഞ്ഞ് ഇൻഷുറൻസ് അപ്ലൈ ചെയ്യാം,
എത്ര ആണിയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 14 ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇൻഷുറൻസിന് 14 ആണിയുടെ ഇൻഷുറൻസ് ആണ് എടുത്തത്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ജീവനെ ഇത് 14 അല്ല, അവരെണ്ണി നോക്കി 20, 22 കഴിഞ്ഞു. ഞാൻ എണ്ണി നോക്കിയപ്പോൾ അത് 25 ആയി. പിന്നെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എണ്ണിയിട്ട് കാര്യമില്ല, അതിൽ കൂടുതലുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ജീവനെ, നമുക്ക് 28 ആണിയുടെ ഒരു ഇൻഷുറൻസ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി പോയി. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൃപാസനത്തിൽ ഒരിത് കേട്ടു, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താ തിരിച്ചു പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ ഞാനെല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വചനമെടുത്ത്, കർത്താവേ നീ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ശമൂവേൽ 7-ാം അധ്യായം എന്നോട് പറഞ്ഞു, നിൻ്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തോളാം, യഹോവ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1, 2, 3 ഞാൻ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു. അവർ പറഞ്ഞു ഇൻഷുറൻസ് അപ്രൂവ് ആയിട്ടില്ല. പിന്നെ അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഇൻഷുറൻസ് അപ്രൂവ് ആയി, നിങ്ങൾക്ക് വന്ന് ചെയ്യാം. പക്ഷേ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ വന്ന് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ കൂട്ട് നടത്തിയാലേ ആണി കരിയത്തില്ല, നിങ്ങൾക്കൊരു വേദനയ്ക്കൊരു ശമനം കിട്ടും. കാരണം എൻ്റെ കാല് നിലത്തോട്ട് പോലും കുത്താൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ തമ്പുരാൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവേ എനിക്ക് പേടിയാണ്, കാരണം 2 ആഴ്ച കൂടിയിരുന്നിട്ട് ഇങ്ങനെ നടക്കുവാൻ എൻ്റെ ഡ്യൂട്ടിയിലെല്ലാം അത് ബാധിക്കും. അപ്പോൾ നിൻ്റെ കരങ്ങൾ കുറുകിയിട്ടില്ലല്ലോ, നീ എന്നെ ഒന്ന് സൗഖ്യമാക്കണേ. അമ്മയുടെ മധ്യസ്ഥയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ പെട്ടെന്നൊരു തണുപ്പ് എൻ്റെ ശരീരത്ത് വരികയും ഞാൻ നോക്കുമ്പം എൻ്റെ മനസ്സിൽ എന്താ പറയുന്നത്, ദൈവം വന്നു, അമ്മ വന്നു എന്നൊക്കെ ആരൊക്കെയോ വന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ നല്ല ഉറക്കത്തിലാണ്, ഞാൻ ഞെട്ടി എണ്ണിച്ചു. അന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ എൻ്റെ കാല് നിലത്ത് എനിക്ക് കുത്താൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അതിനു മുമ്പ് എനിക്ക് സൗഖ്യം കിട്ടുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ആരോ വന്ന് എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, നീ ഒരു ഫോട്ടോ എടുത്ത് വെക്ക്, നിനക്ക് ഇന്ന് കാണുന്ന ആണി നാളെ ഇനി ഇത് കാണുവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ ഞാനൊരു ഫോട്ടോയും എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് സൗഖ്യം കിട്ടി. എൻ്റെ 25 ആണിയും കരിഞ്ഞു പോയി, ഒരു പുതിയ കാല് ദൈവം എനിക്ക് തന്നു. പിന്നെ അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വാക്സിൻ എടുക്കാൻ പോയപ്പം ബ്ലഡ് പ്രഷർ വന്നു. അപ്പോൾ എന്നെ അവിടെ നിന്ന് റിജക്റ്റ് ആക്കി വിട്ടു. അപ്പോൾ ഞാനൊരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, സർവ്വശക്തിയുള്ള പിതാവ്, അത്രയായപ്പോഴത്തേന് ആ സിസ്റ്റർ തന്നെ എന്നെ വിളിച്ചു വരുത്തി ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തു. അത് 1 മിനിറ്റ്, ഇത്ര സെക്കൻഡിനുള്ളിൽ തന്നെ ആ ബ്ലഡ് പ്രഷർ എനിക്ക് നോർമലായി തന്നു. പിന്നെ ഉടമ്പടി ധ്യാനത്തിലൂടെ എൻ്റെ ശരീരത്തെ ഇടയ്ക്ക് മുഴ പോലെ വന്നിട്ട് അത് പഴുത്ത് വരുമായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ 2 എണ്ണമൊക്കെ വരുമായിരുന്നു. അപ്പോൾ എനിക്കത് വല്ലാത്ത പേടിയായിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന്, എനിക്ക് ഡ്യൂട്ടി ഉണ്ടായത് കാരണം അച്ഛൻ ഉടമ്പടി ധ്യാനം രാവിലെയാണ് നടക്കുന്നത്, ഞാൻ UAE രാത്രിയിലാണ് കൂടുന്നത്. അപ്പോൾ ഉടമ്പടി ധ്യാനം കൂടുന്നതിന് മുമ്പ് ഞാനും മനസ്സിലിങ്ങനെ വിചാരിച്ചു, കർത്താവേ ഇത് വല്ല ക്യാൻസറോ അങ്ങനത്തെ വല്ല ഇതാണെന്ന് മുഴച്ചു വരുന്നു, പഴുത്തു പോകുന്നു, ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര വേദന. അപ്പോൾ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ക്യാൻസർ ആണോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുന്ന ഒരാളെ, അതും ആ രോഗമെന്ന് പറയുന്ന ക്യാപ്സ്യൂൾ രൂപത്തിൽ ഒരു പഴുപ്പ് വന്നിട്ട് അത് പൊട്ടിപ്പോവും, അങ്ങനെ ഒരാളെ ദൈവം ഇപ്പം തൊട്ട് സൗഖ്യമാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് എന്നെയായിരുന്നു. ത്രിയേക ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി എനിക്ക് ചൊരിഞ്ഞു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും കോടി നന്ദി.